ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വിടുതലി 2 എന്ന മൂവിയാണ്. മൂവിയുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിലായ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിന്റെ അവസാനമാണ് ഈ ഒരു മൂവിയുടെ തുടക്കത്തിലും കാണിക്കുന്നത്. പെരുമാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ പെരുമാൾ ഒരു പേടിയും കൂടാതെയാണ് സുനിലിന്റെ അടുത്തിരിക്കുന്നത്. അതേസമയം മിനിസ്റ്റർ ആകട്ടെ ഈ മേലുദ്യോഗസ്ഥരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന്. പെരുമാളിനെ അറസ്റ്റ് ചെയ്യാനെന്നും പറഞ്ഞിട്ട് രാവിലെ കുറെ എണ്ണം പോയിട്ട് അവിടെയുള്ള നാട്ടുകാരെയൊക്കെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. ആകെ ടെൻഷനിലായി. നിങ്ങൾക്കൊക്കെ ഇതിന്റെ പേരിൽ സസ്പെൻഷൻ അങ്ങനെ കിട്ടൂ, പക്ഷെ എന്റെ രാഷ്ട്രീയ ഭാവി ഇത് ബാധിക്കും. അവിടെ വോട്ട് ചോദിച്ചു പോകേണ്ട വ്യക്തി ഞാനാണ്. CM-നോട് ഞാൻ ഇനി എന്ത് പറയും? അങ്ങനെ അയാൾ ആകെ ടെൻഷനിലായിരുന്നു. സാർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, പെരുമാളിനെ അറസ്റ്റ് ചെയ്തു എന്ന്. അത് കേട്ടപ്പോ മിനിസ്റ്റർ ഒന്ന് തണുത്തു. ഇത് നേരത്തെ പറയേണ്ടേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേ ടൈമിൽ മെമ്മോയ്ക്ക് തിരിച്ച് മറുപടി കൊടുക്കാത്തതിന്റെ പേരിൽ നമ്മുടെ കുമരേശനെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നല്ലോ. അയാൾ അങ്ങനെ ആ ക്യാമ്പ് വിട്ട് പോകാൻ തുടങ്ങിയാണ്. ആ ടൈം കൊണ്ട് തന്നെ സുനിൽ പെരുമാളിന്റെ അടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയും അയാളെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഡ്രസ്സില്ലാതെ അയാളെയും കുറച്ചു നേരം നിർത്തി. അതിനുശേഷം ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരനെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നാൽ അയാളുടെ കയ്യിൽ നിന്നും കോൺസ്റ്റബിൾ പെരുമാളിന്റെ ഡ്രസ്സും വാങ്ങി പെരുമാളിന്റെ കയ്യിലേക്ക് കൊണ്ടുകൊടുക്കുന്നു. ഇയാള് പെരുമാളിന്റെ അനുയായി ആയിരുന്നല്ലോ. തന്റെ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെരുമാൾ ഇയാളോട് പറയുന്നുണ്ട്, ഈ പോലീസുകാരെല്ലാം സാറിനെ പോലുള്ള ആൾക്കാരെ ടോർച്ചർ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, നിങ്ങൾക്ക് മൂവി കാണാൻ പോലും സമയം ഉണ്ടാകില്ലല്ലേ. ഈ അടുത്തിടെ ഞാനൊരു പടം കണ്ടിരുന്നു, നമ്മുടെ തിയേറ്ററിൽ ഓടുന്ന പടമാണ്, സാർ എന്തായാലും പോയി കാണണം. എന്നിട്ട് അതിനകത്തെ പാട്ടൊക്കെ ഡാൻസ് കളിച്ച് കാണിക്കുന്നുണ്ട് പെരുമാള്. ഇത് കണ്ടിട്ട് ആ കോൺസ്റ്റബിൾ പെരുമാളിന്റെ മുഖത്തടിക്കുന്നു. സുനിൽ അയാളെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിട്ടോ. പക്ഷേ അയാൾ ഇത്ര ധൈര്യത്തോടെ പെരുമാളിനെ അടിച്ചതിൽ നിന്നും ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നും ഇവർ കോഡ് ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുകയാണെന്നും സുനിലിന് മനസ്സിലാക്കാൻ തുടങ്ങി. പുറത്തേക്ക് ഇറങ്ങി വന്ന കോൺസ്റ്റബിൾ ആകട്ടെ അവിടെ വേറെ ഏതോ ഒരു കേസിന് പിടിച്ചു വെച്ചിരുന്ന രണ്ടുപേരെ പറഞ്ഞു വിടുന്നുണ്ട്. അവരുടെ ആ സിനിമയുടെ പേരും പറഞ്ഞിട്ടാണ് അയാൾ പുറത്തേക്ക് പറഞ്ഞു വിടുന്നത്. അവരും പെരുമാളിന്റെ ആൾക്കാരായിരുന്നു. അവര് നേരെ പോയി പെരുമാളിന്റെ സംഘത്തിലുള്ള ബാക്കി ആൾക്കാരോട് ആ സിനിമയുടെ പേര് പറയുന്നു. സാധാരണ ഇവർ സിനിമ കാണാൻ പോകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കുന്നത്. ആ സിനിമ കാണാൻ പോയ സമയത്ത് അവരെടുത്ത ഡിസിഷൻ ഇങ്ങനെയായിരുന്നു, നമ്മുടെ കൂട്ടത്തിലെ ഏതെങ്കിലും സംഘത്തലവനെ പോലീസുകാർ പിടിക്കുകയാണെങ്കിൽ അവരത് പബ്ലിക്കിനോട് ആദ്യം പറയില്ല, അതിനു മുൻപ് തന്നെ പത്രങ്ങളിലൂടെ നമ്മളത് അറിയിക്കാൻ ശ്രമിക്കണം. അങ്ങനെ അവർ ന്യൂസ് പേപ്പർ കമ്പനീസിനോടെല്ലാം തന്നെ പെരുമാളിനെ അറസ്റ്റ് ചെയ്ത വിവരം പറയുന്നുണ്ട്. അവര് പലരും ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചു ചോദിക്കുന്നതോടുകൂടി ഉദ്യോഗസ്ഥരാകെ കൊഴിഞ്ഞു. ഉദ്യോഗസ്ഥര് ആ പത്ര കമ്പനീസിനോട് പറയുന്നുണ്ട്, തൽക്കാലം നിങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന്. പക്ഷെ ഒരു പത്രത്തിൽ നിന്ന് വന്ന ആളാകട്ടെ ആരും അറിയാതെ പോലീസ് സ്റ്റേഷനിൽ കയറുകയും അവിടെ നടക്കുന്ന ക്രൂരതകളെല്ലാം തന്നെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പെരുമാളിന്റെ അറസ്റ്റ് ലീക്കായതോടുകൂടി ഇനി അയാളെ ഇവിടെ നിർത്തുന്നത് ശരിയല്ല എന്നും താഴെയുള്ള ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകണമെന്നും സുനിൽ പറയുന്നു. മലയോരത്തുകൂടി വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മുടെ കുമരേശൻ ഉണ്ടെങ്കിലേ പറ്റൂ. ഓസിയെ സസ്പെൻഡ് ചെയ്തു എന്നറിഞ്ഞതോടെ സുനിലാകട്ടെ ഓസിയെ കുറെ വഴക്ക് പറയുന്നു. മര്യാദയ്ക്ക് കുമരേശനെ തിരിച്ചു വിളിക്കാൻ പറയുകയാണ്. അങ്ങനെ ഗേറ്റ് കടന്ന് പോകാൻ തുടങ്ങിയ കുമരേശൻ തിരിച്ചെത്തി. ഇനി ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. വാദ്യാരായിരുന്ന പെരുമാൾ എങ്ങനെയും മക്കൾപടയുടെ നേതാവായി എന്ന്. പെരുമാൾ വാദ്യാരായിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന താഴ്ന്ന ജാതിക്കാരായ ആൾക്കാരുടെ ഭാര്യമാരെയെല്ലാം തന്നെ അവിടുത്തെ പ്രമാണികളും മേൽജാതിക്കാരും പിടിച്ചുകൊണ്ടു പോവുകയും റേപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇത് സ്ഥിരം പരിപാടി ആയതോടുകൂടി അക്കൂട്ടത്തിലുള്ള കറുപ്പൻ എന്നൊരാളാകട്ടെ ഇതിനെ എതിർക്കുകയും തന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ജന്മിയുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അയാളെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അവരങ്ങനെ വാളൊക്കെയായിട്ട് പോകുന്നത് നമ്മുടെ വാദ്യാർ കാണുന്നുണ്ട്. എങ്ങോട്ട് നിങ്ങൾ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ കറുപ്പനും സംഘവും കള്ളം പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ആ പ്രമാണിയെ കൊന്നിട്ട് തന്റെ ഭാര്യ കറുപ്പൻ രക്ഷിച്ചു. എന്നാൽ ആ പ്രമാണിയുടെ മകൻ അതിന് പകരം ചോദിക്കാൻ വന്നു. കറുപ്പനും ഭാര്യ എവിടെയാണെന്നും അവരെ തനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാം ദ്രോഹിക്കാൻ തുടങ്ങി. ആ നാട്ടുകാരെ രക്ഷിക്കാൻ നമ്മുടെ വാദ്യാർ ശ്രമിച്ചെങ്കിലും പോലീസുകാർ പോലും അവരെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. പണ്ടു മുതലേ കറുപ്പൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പെരുമാൾ ആശ്ചര്യത്തോടെയാണ് കേട്ടു നിന്നിരുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആൾക്കാരെ വേർതിരിച്ച് കാണുന്നതിനോടെല്ലാം തന്നെ കറുപ്പൻ എതിർപ്പായിരുന്നു. അതുകൊണ്ട് കറുപ്പനെയും ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെരുമാൾ അവരെ ഒരിടത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു. പക്ഷെ ഒരു പോലീസുകാരൻ പെരുമാളിനോട് പറയുന്നുണ്ട്, കറുപ്പൻ വന്ന് സറണ്ടർ ആവുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നും കുറച്ച് കഴിയുമ്പോൾ അവനെ പുറത്തിറക്കാമെന്നും. അത് വിശ്വസിച്ച് പെരുമാൾ ആകട്ടെ പോലീസുകാരനെ കറുപ്പന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ അയാളും ആ പ്രമാണികളുടെ ആളായിരുന്നു. പെരുമാളിനെ അടിച്ചിട്ടിട്ട് കറുപ്പനെയും ഭാര്യയും അയാൾ കൊന്നു. പെരുമാൾ വലിയ പരിക്കുകളോടുകൂടി അവിടെ കിടക്കുകയായിരുന്നു. വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഇവരെന്തുകൊണ്ടാണ് പെരുമാളിന്റെ അറസ്റ്റ് പുറത്ത് പറയാത്തത് എന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. പെരുമാളിനെ അറസ്റ്റ് ചെയ്യാനും ഈ മക്കൾപടയെ പിടിക്കാനും ഒക്കെ കേന്ദ്രത്തിൽ നിന്നും കുറച്ച് ഫണ്ട് വരാനുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് പെരുമാളിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫണ്ടൊന്നും സംസ്ഥാനത്തിന് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ അറസ്റ്റ് പുറത്തുവിടാൻ പാടില്ല, കുറച്ചുനാൾ ഹോൾഡ് ചെയ്ത് വെക്കണം. അതായിരുന്നു അവരുടെ തീരുമാനം. എന്നാൽ രഹസ്യമായി ആ പോലീസ് സ്റ്റേഷനിൽ കയറിയ ആ പത്രക്കാരനാകട്ടെ ഇതെല്ലാം കാണുകയും ഇതിന്റെ ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. അയാൾ തന്റെ പത്രത്തിലൂടെ അത് പുറത്തുവിടാൻ തീരുമാനിച്ചു. ഇവിടെ കുമരേശനും സംഘവും പെരുമാളിനെയും കൂട്ടി താഴെയുള്ള ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണ്. വഴിമധ്യേ അയാൾ തന്റെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അന്ന് അടികിട്ടി താഴെ കിടന്നിരുന്ന പെരുമാളിനെ രക്ഷിച്ചത് KK എന്ന് പറയുന്ന ഒരു സഖാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു അയാള്. പിന്നീട് പെരുമാള് അയാളുടെ പാർട്ടിയുടെ കൂടെ പല പരിപാടികളിലും പങ്കെടുത്തു. പല പ്രശ്നങ്ങളിലും ഇടപെടുന്നത് കാരണം KKക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ അയാൾക്ക് ഒരു തവണ ഒരു അപകടം പറ്റി. ആ സമയത്ത് ഒരു കമ്പനിയിലെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് KK ആ ജോലി ഏൽപ്പിക്കുന്നത് പെരുമാളിനെയായിരുന്നു. കമ്പനിയിലെ വർക്കറാണെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി പെരുമാള് ഒരാളെടുത്ത് സംസാരിക്കുന്നു. എന്നാൽ അതായിരുന്നു നമ്മുടെ നായിക. പെട്ടെന്ന് കണ്ടപ്പോ പെരുമാളിന് അതൊരു ആൺകുട്ടിയായിട്ടാണ് തോന്നിയത്. മഹാലക്ഷ്മി എന്നാണ് നമ്മുടെ നായികയുടെ പേര്.
പേര്. ഒരു ഫാക്ടറിയിലെ ജീവനക്കാർക്ക് വേണ്ടത്ര കൂലി കൊടുക്കാത്തത് കാരണം അതിനെ ചോദ്യം ചെയ്ത ഒരാളെ ആകട്ടെ ആ ഫാക്ടറിയുടെ ഓണേഴ്സ് കടത്തിക്കൊണ്ടു പോവുകയും ഇപ്പൊ കൊന്നുവെന്ന് ആൾക്കാർ പറയുകയും ചെയ്യുന്നു. ആ പ്രശ്നം തീർക്കാനായിരുന്നു പെരുമാൾ അവിടേക്ക് പോയത്. എന്നാൽ നമ്മുടെ നായികയായ മഹാലക്ഷ്മി ഈ വർക്കേഴ്സിന്റെ കൂടെ നിൽക്കുന്നെങ്കിലും അതേ ഫാക്ടറിയുടെ തന്നെ ഓണറിന്റെ മകളായിരുന്നു മഹാലക്ഷ്മി. ഇവളിങ്ങനെ ഷർട്ടും മുണ്ടുമൊക്കെ ഇട്ട് മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് നടക്കുന്നതിന് എപ്പോഴും അവളുടെ സഹോദരൻ അവളെ വഴക്ക് പറയും. സ്വന്തം കമ്പനിക്കെതിരായിട്ട് തന്നെയാണ് അവൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ അവളുടെ അച്ഛൻ അവളെ ഒന്നും തന്നെ പറയാറില്ല. അവൾ വന്നതിന് ശേഷമാണ് അയാൾക്ക് ഒരുപാട് സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ടായതെന്നും അവൾ ആ വീടിന്റെ ഭാഗ്യമാണെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഫാക്ടറിയിലെ പ്രശ്നങ്ങൾ തീർക്കുകയും അവർക്ക് വേണ്ടത്ര കൂലി നേടിക്കൊടുക്കുകയും ചെയ്യണമെങ്കിൽ അവിടെ എല്ലാവരും ചേർന്നിട്ട് ഒരു സംഘം രൂപീകരിക്കണമെന്ന് പെരുമാൾ പറയുന്നു. പെരുമാളും ആ ഫാക്ടറിയിലെ ജോലിക്കാരനായിട്ട് അവരുടെ കൂടെ കൂടി. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്ക് അതിനൊന്നും ധൈര്യമില്ലായിരുന്നു. ആ ധൈര്യം പകർന്നു കൊടുക്കുന്നത് പെരുമാളാണ്. അതിനിടയ്ക്കാണ് പെരുമാൾ അറിയുന്നത് മഹാലക്ഷ്മി അതേ ഫാക്ടറിയുടെ ഓണറിന്റെ മകളാണെന്ന്. ആര് തന്നെ കണ്ടാലും ആദ്യം ചോദിക്കുന്നത് തന്റെ മുടി എന്താണ് ഇങ്ങനെ വെട്ടിയിരിക്കുന്നതെന്നാണ്. നിങ്ങൾ എന്താ അത് ചോദിക്കാത്തതെന്ന് അവൾ പെരുമാളിനോട് ചോദിക്കുന്നു. നിങ്ങളുടെ മുടി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വയ്ക്കാമെന്നാണ് പെരുമാൾ പറയുന്നത്. അത് കേട്ടപ്പോൾ മഹാലക്ഷ്മി തന്നെ അതിനുള്ള കാരണം പറയുന്നു. അവളെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചതാണ്. എന്നാൽ അവൾക്കും അവളുടെ ഭർത്താവിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ ദിവസവും വന്നിട്ട് ഇവളെ ഉപദ്രവിക്കും. ഇവള് തിരിച്ചും അയാൾക്ക് നല്ല പോലെ അടികൊടുക്കും. എന്നാൽ ഒരു തവണ അയാൾ ഇവളുടെ മുടിയിൽ കയറി പിടിച്ചു. അന്നവൾക്ക് എതിർത്ത് നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇനി ഒരിക്കലും അയാളെ തന്നെ ഇത്രയധികം കീഴ്പ്പെടുത്തുന്ന രീതിയിൽ മുടി വളർത്താൻ പാടില്ല എന്ന് അവൾക്ക് തോന്നിയത്. അന്ന് അയാളുമായിട്ട് വേർപെട്ട് പോകുന്നതോടുകൂടി തന്നെ അവൾ തന്റെ മുടിയും മുറിച്ചു. എന്റെ മുടി ഒരിക്കലും എന്റെ ബലഹീനതയാകാൻ പാടില്ല. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞതോടുകൂടി പതിയെ പതിയെ മഹാലക്ഷ്മിയെ പെരുമാൾ പ്രണയിക്കാൻ തുടങ്ങി. കേക്കയോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ കേക്ക് പറയുന്നുണ്ട് അത് ധൈര്യമായിട്ട് അവളോട് തുറന്നു പറയാൻ. നമ്മളിങ്ങനെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നെങ്കിലും നമുക്ക് ഒരു ഫാമിലി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പെരുമാള് മഹാലക്ഷ്മിയോട് തന്റെ ഇഷ്ടം തുറന്നു പറയുന്നു. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും മഹാലക്ഷ്മിയും പെരുമാളിനെ സ്വീകരിക്കാൻ തയ്യാറായി. പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് അവർ രണ്ടുപേരും പരസ്പരം വിവാഹിതരാവുകയാണ്. അങ്ങനെ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ബേസ് ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ ഒരിടത്ത് വണ്ടി നിർത്തിയ ശേഷം ഇനി അവിടെ നിന്നും കാട് വഴി നടന്നു വേണം പോകാൻ. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് തോക്കും മറ്റു സാധനങ്ങളുമായിട്ട് കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും മിണ്ടാതെ ഇങ്ങനെ നടക്കുന്ന ശരിയല്ലെന്നും ബാക്കി കഥ കൂടി പെരുമാളിനോട് പറയാനും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറയുന്നു. അങ്ങനെ വീണ്ടും കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. വേതനം കൂട്ടി ചോദിച്ചതിന്റെ പേരിൽ ഒരാളെ ഇവരുടെ കമ്പനിയിൽ നിന്നും കാണാതായിരുന്നല്ലോ. അയാളുടെ ജഡം ഇവർ കണ്ടെത്തുന്നു. അതിന്റെ പിന്നില് ആ ഫാക്ടറിയുടെ ഉടമസ്ഥരാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി സംഘം ചേരാൻ അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറിയിലെ തൊഴിലാളികളെല്ലാം തയ്യാറാകുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. പോകുന്ന വഴിയില് ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇതുവഴി പോകുന്നത് സേഫ് അല്ലാന്ന് എല്ലാവർക്കും മനസ്സിലായി. തനിക്കറിയാവുന്ന ഒരു കുറുക്കു വഴിയുണ്ടെന്ന് പെരുമാൾ തന്നെ പറയുന്നു. എന്നാൽ അയാൾ പറയുന്ന വഴിയൊന്നും പോകാൻ ഇവർ തയ്യാറായിരുന്നില്ല. വേറെ വഴി കണ്ടെത്താന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും മറ്റൊരു വഴിയെ നടക്കുകയാണ്. ഇവിടെ സുനിലിന് മനസ്സിലായിരുന്നു ആ കോൺസ്റ്റബിൾ പെരുമാളിന്റെ ആളാണെന്ന്. അയാൾ ആ കോൺസ്റ്റബിളിനെ കൈയോടെ പിടിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യുന്നു. പെരുമാൾ വീണ്ടും പഴയ കഥ പറയുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ അതിക്രൂരമായി പണിയെടുപ്പിക്കുകയും വേണ്ടത്ര കൂലി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന മുതലാളിമാർക്കെതിരെ ഈ കേക്കയും പെരുമാളും പോരാടിയിരുന്നു. നിരന്തരമായി ജനങ്ങൾക്ക് വേണ്ടി ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പെരുമാളിന് ആ ഒരു പാർട്ടിയിൽ നിന്ന് മാറി സ്വന്തമായിട്ട് ഒരു സഖ്യമുണ്ടാക്കണമെന്ന് തോന്നലുണ്ടാവുകയാണ്. കാരണം ഇത്തരം പ്രമാണികളോട് ഇടപെടണമെങ്കിൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് മാത്രം പോരാ, വേറെ ഒരു സഖ്യമുണ്ടാക്കണം. അവരിങ്ങോട്ടൊന്നടിച്ചാൽ തിരിച്ചു നമുക്കും അടിക്കേണ്ടി വരും. അങ്ങനെയാണ് മക്കൾ പട രൂപം കൊണ്ടത്. അത്രയും കാലം പെരുമാൾ കൂടെ ഉണ്ടായത് കാരണം കേക്കയെ തൊടാൻ ആർക്കും കഴിയില്ലായിരുന്നു. എന്നാൽ പെരുമാൾ മറ്റൊരു സംഘത്തിലേക്ക് മാറിയതോടുകൂടി കേക്കയുടെ പാർട്ടിയെയും കേക്കയും തകർക്കണമെന്ന് ഈ മുതലാളികൾ കരുതിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മുതലാളികളും ചേർന്നിട്ട് കേക്കയെ കൊല്ലാൻ പ്ലാനിടുന്നു. ഒരു ദിവസം കേക്കയെ കാണാനില്ലാന്ന് പറഞ്ഞിട്ട് അയാളുടെ ഭാര്യ പെരുമാളിന്റെ അടുത്തെത്തുന്നു. അവരന്വേഷിച്ചു ചെല്ലുമ്പോഴാകട്ടെ ഈ മുതലാളികളെല്ലാം ചേർന്ന് കേക്കയെ കൊന്നിട്ടിരിക്കുന്നതാണ് അവർ കാണുന്നത്. അതോടെ പെരുമാൾ ആകെ തകർന്നു. ഇതിന് പകരം വീട്ടണമെന്നാണ് അയാളുടെ ചിന്ത മുഴുവൻ. മക്കൾപ്പടയുടെ ആദ്യത്തെ പ്രവൃത്തി അതുതന്നെയായിരുന്നു. കേക്കയെ കൊന്ന എല്ലാവരെയും തന്നെ ഇവർ കൊന്നുകളഞ്ഞു. പിന്നീടങ്ങോട്ട് പെരുമാളിനും സംഘത്തിനും ഒരു ഒളിജീവിതമായിരുന്നു. സ്വന്തം കുടുംബത്തെയെല്ലാം തന്നെ തങ്ങളിൽ നിന്നും അവർ അകറ്റി നിർത്തുന്നു. കാരണം എപ്പോഴും തങ്ങളുടെ പിറകെ പോലീസ് ഉണ്ടെന്ന് അവർക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പെരുമാൾ തന്റെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നുള്ളൂ. മഹാലക്ഷ്മി ഗർഭിണിയാവുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം പെരുമാളിനും മഹാലക്ഷ്മിക്കും ഒരു കുഞ്ഞു പിറന്നു. കഥ പ്രസന്റിലേക്ക് വരുന്നു. നടന്നു പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് പെരുമാൾ നിൽക്കുന്നു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ആ ഓസിയാകട്ടെ വീണ്ടും അയാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പെരുമാൾ ഒരു കല്ലെടുത്ത് അങ്ങോട്ട് കിട്ടു കാണിക്കുന്നു. അതൊരു വലിയ കൊക്കയായിരുന്നു. ഒരടി കൂടി മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ ഓസി വീണ് ചത്തേനെ. ഇഴയ്ക്കാൻ രക്ഷപ്പെട്ടത്. ഇവർക്ക് എത്ര ശ്രമിച്ചിട്ടും ശരിയായ വഴി കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവസാനം മറ്റു പോലീസുകാർ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് വഴി കാണിക്കാൻ. പെരുമാളിന് അതിനൊന്നും തന്നെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. നിങ്ങൾക്ക് തിരിച്ച് ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ അവിടേക്കുള്ള വഴിയും ഞാൻ കാണിച്ചു തരാം. ഇനി എന്നെ കൊണ്ടുപോയി താഴെയുള്ള ബേസ് ക്യാമ്പിലാക്കണമെങ്കിൽ അവിടേക്കുള്ള വഴിയും ഞാൻ കാണിച്ചു തരാം. എന്തായാലും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവരെല്ലാം അവിടെ ഇരുന്നു. പെരുമാൾ തങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും മക്കൾപ്പട എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും എല്ലാം തന്നെ ഈ പോലീസുകാരോട് പറയുന്നു. നിങ്ങൾ ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുക, അതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരു വഴിയെ പോയി കഴിഞ്ഞാൽ 5 പേരെ നിങ്ങൾ ഇടിച്ചിടും. എന്നാൽ വണ്ടി മറ്റൊരു വഴിയെ തിരിച്ചുവിട്ടാൽ ഒരാളെ ഇടിച്ചിടൂ. നിങ്ങൾ എന്ത് ചെയ്യും? ഇവർ പറയുന്നുണ്ട് ഒരാളുടെ ജീവനേക്കാൾ 5 പേരുടെ ജീവനാ വലുത്. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരാളെ ഇടിച്ചിട്ട് അതുവഴി പോകും. എന്നാൽ പെരുമാൾ പറയുന്നു അത് നിങ്ങളുടെ അമ്മയോ അച്ഛനോ സഹോദരനോ ആരെങ്കിലും ആണെങ്കിലോ
അപ്പോൾ ആ പോലീസുകാർക്ക് ഉത്തരമില്ലായിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് 5 പേരുടെ ജീവൻ രക്ഷിക്കാൻ ഒരാളെ കൊല്ലും, അതുപോലെ തന്നെ 5 പേരെ രക്ഷിക്കാൻ 100 പേരെ കൊല്ലും. അതുപോലെ ഒരു തെരുവ് നന്നാകാൻ വേണ്ടിയിട്ട് ഒരു വീട് തന്നെ നിങ്ങൾ നശിപ്പിക്കും. ഒരു ഊര് നന്നായിട്ടിരിക്കാൻ ഒരു തെരുവിനെ നിങ്ങൾ ബലി കൊടുക്കും. ഒരു നാട് നല്ലതാകാൻ നിങ്ങൾ ഒരു ഊരിനെ ബലി കൊടുക്കും. ഇതാണ് നിങ്ങളുടെ രീതി. മൈനിങ് കമ്പനി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഗ്രാമം നിങ്ങൾ ബലി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളത് പറയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അത് അംഗീകരിച്ച് അവരുടെ ഇഷ്ടത്തിന് പോകാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതിന് മക്കൾപ്പട എതിര് നിൽക്കില്ല. എന്നാൽ ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ നിങ്ങൾ ബലമായിട്ട് ഇവിടെ നിന്നും മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അതിൽ മക്കൾപ്പട ഇടപെടുന്നത്. പതിയെ പതിയെ പോലീസുകാർക്ക് പെരുമാൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. ഇവിടെ ആ ഉദ്യോഗസ്ഥർ അറിയുന്നുണ്ട് ഒരു പത്രത്തില് പെരുമാളിനെ അറസ്റ്റ് ചെയ്ത ന്യൂസ് ലീക്ക് ആയിട്ടുണ്ടെന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായിട്ട് ആൾക്കാരെ പീഡിപ്പിക്കുന്നതെല്ലാം ആരോ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്നും. ആ പത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പ് അതിന്റെ എല്ലാ പ്രിന്റ്സും കളക്ട് ചെയ്യാൻ പോലീസുകാർ ഉത്തരവിടുന്നു. അതേസമയം പോലീസുകാരോട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് പെരുമാളിനോട് ബാല എന്ന് പറയുന്ന പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പോരാട്ടമൊക്കെ ശരി തന്നെ, അതിനൊരു പാവം പോലീസുകാരനെ വെടിവെച്ച് കൊല്ലണമെന്ന്. കാരണം ഫസ്റ്റ് പാർട്ടില് മക്കൾപ്പടയിലെ കുറച്ച് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓസിയുടെ അടുത്തുണ്ടായിരുന്ന ഒരു പോലീസുകാരനെ ഇവർ വെടിവെച്ചിട്ടിരുന്നില്ലേ? എന്നാൽ പെരുമാൾ പറയുന്നുണ്ട്, ആ കള്ളം നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന്, അത് ഞങ്ങളല്ല ചെയ്തത്. കൂടുതൽ പെരുമാൾ പറയുന്നതിന് മുൻപ് തന്നെ അവിടെ ഓസിയുടെ വാക്കി ടോക്കിയിൽ എന്തൊക്കെയോ സംസാരം കേൾക്കായിരുന്നു. അയാൾ റേഞ്ച് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരേക്ക് മാറി. പക്ഷെ കാല് വഴുതി അവിടെ ഉണ്ടായിരുന്നൊരു കൊക്കയിലേക്ക് വീഴാൻ തുടങ്ങി. ആ സമയത്ത് അതിസാഹസികമായിട്ട് അയാളെ രക്ഷിച്ചത് പെരുമാളായിരുന്നു. പേടിച്ചിട്ട് ഓസി തന്റെ പാന്റിൽ മൂത്രം ഒഴുക്കി വരെ ചെയ്തു. പെരുമാൾ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് യഥാർത്ഥ വഴി ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇവിടെ കള്ളം പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അയാൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. മറ്റു പോലീസുകാർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആകെ പേടിച്ചുകൊണ്ട് ഓസി പറയുന്നുണ്ട്, പെരുമാൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയാം, ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാം, നീ ശരിയായ വഴി കാണിച്ചു തന്നാ മതി. അന്ന് മക്കൾപ്പട അവരുടെ സംഘത്തിലെ ആൾക്കാരെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഒരു പോലീസുകാരൻ മരിച്ചിരുന്നല്ലോ. അയാളെ കൊന്നത് മക്കൾപ്പടയായിരുന്നില്ല. ഓസി ഗണ്ണെടുക്കുന്നതിനിടയിൽ മിസ്ഫയർ ആയിട്ടാണ് അയാളുടെ ദേഹത്ത് കൊണ്ടത്. അത് അയാൾ മക്കൾപ്പടയുടെ തലയിലിട്ടു. എന്നാൽ ആ പോലീസുകാരൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ മരിക്കുന്നതിന് മുമ്പ് ഓസിയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് സംഭവിച്ചതെന്ന് ഞാൻ ബാക്കിയുള്ളവരോട് പറയുമെന്ന്. അയാളത് പുറത്തു പറയാതിരിക്കാൻ ഒരു തവണ കൂടി അയാളെ ഈ ഓസി ഷൂട്ട് ചെയ്യുന്നു. ഇത് കേട്ടതും ബാല ആകെ ദേഷ്യത്തിലായി. കൂടെ നിന്ന് നമ്മളിൽ ഒരാളെ തന്നെ കൊന്നിരിക്കുന്നു. പെരുമാൾ പറയുന്നുണ്ട്, ഇതുപോലെ തന്നെ പറ്റിയതായിരുന്നു ആ ട്രെയിൻ അപകടവും. ഒരു കാരണവശാലും ഞങ്ങൾ മനഃപൂർവ്വം ആ പാലം തകർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ജനങ്ങളെയും ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ മൈനിങ് കമ്പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. ആ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാലത്തിൽ ബോംബ് വെച്ചത്. എന്നിട്ടത് അപ്പൊ തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും വിളിച്ച് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ അധികാരികൾ അവിടേക്ക് വരികയും ആ ബോംബ് വെച്ചത് കാണുകയും ചെയ്യും, അത് ഡിഫ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പലതവണ ചെയ്യുന്നതോടുകൂടി അവർ ചിലപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കും. ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുമ്പോൾ അവരിതൊന്നും കാര്യമായിട്ട് എടുക്കാതെയായി. ചുമ്മാ കളിപ്പിക്കാൻ പറയുന്നതാണെന്നും ഇതുപോലെ പലതവണ നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ അവർ പറയാൻ തുടങ്ങി. അവസാനം അവർ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ബോംബ് വെച്ച ആൾക്കാർ അവിടെ നിന്നും തിരിച്ചു പോയിരുന്നു. അത് കാരണം ഞങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് പറഞ്ഞു വിട്ടത്. എങ്ങനെ ഇത് ഡിഫ്യൂസ് ചെയ്യണമെന്നെല്ലാം പറഞ്ഞുകൊടുത്ത് വളരെ റിസ്ക് എടുത്താണ് അത് ഡിഫ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത് തന്നെ. ആ വയറ് അവർ ആ ബാറ്ററിയിൽ നിന്നും മാറ്റിയിരുന്നു. ബോംബ് ഡിഫ്യൂസ് ആയി എന്ന് കരുതിയിട്ട് ബാറ്ററി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയതാ. പക്ഷെ ആ വയറ് ബാറ്ററിയിലേക്ക് വീണ്ടും തട്ടിയത് അവർ ശ്രദ്ധിച്ചില്ല. ബോംബ് പൊട്ടുകയും പാലം തകരുകയും ചെയ്തു. ട്രെയിൻ വന്ന അപകടമാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ പോയി നേരിട്ട് ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവിടെ പാലം തകർന്നുവെന്നും എത്രയും പെട്ടെന്ന് എല്ലാ സ്റ്റേഷനിലേക്കും വിവരം അറിയിക്കണമെന്നും. അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ മറ്റ് സ്റ്റേഷനുകളിലേക്ക് എല്ലാം തന്നെ വിളിച്ച് വിവരം അറിയിച്ചതാണ്. എന്നാൽ ആ സ്റ്റേഷനിലെ ഒരു സ്റ്റേഷൻ മാസ്റ്ററും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവരാരെങ്കിലും അതൊന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിലോ അതൊന്ന് വിശ്വസിക്കാൻ തയ്യാറായിരുന്നെങ്കിലോ ആ അപകടം നടക്കില്ലായിരുന്നു. അതോടുകൂടി മക്കൾപ്പടയിലെ എല്ലാവരും തകർന്നു. അപകടം നടക്കുമെന്ന് അവർക്ക് ഉറപ്പായി. മാക്സിമം അവർ ശ്രമിച്ചിട്ടും അത് തടയാൻ സാധിച്ചില്ല. അതുകൊണ്ട് അപകടത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് മക്കൾപ്പടയിലെ ആൾക്കാർ തന്നെയായിരുന്നു. ഇതെല്ലാം കേട്ടതോടുകൂടി കുമരേശന് മനസ്സിലായി, ശരിക്കും മക്കൾപ്പട ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാനായിരുന്നു ശ്രമിച്ചത്. എന്നാൽ എല്ലാവരും ചേർന്ന് അവരെ തീവ്രവാദികളാക്കി. ഇവർ നടന്ന് ജീപ്പ് കിടക്കുന്ന ഭാഗത്തേക്ക് എത്തിയിരുന്നു. വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പെരുമാളിനെ എത്രയും പെട്ടെന്ന് ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കും. പിന്നീട് അയാളെ രക്ഷിക്കാൻ കഴിയില്ല. പെരുമാളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കുമരേശനാക്കട്ടെ വണ്ടി എടുത്തിട്ട് അത് നിയന്ത്രണം തെറ്റുന്ന പോലെ കാട്ടിലേക്ക് ഇറക്കിയിടുന്നു. അതോടുകൂടി ഇനി വണ്ടിയിൽ പോകാൻ പറ്റില്ല. വീണ്ടും കാട് മാർഗം തന്നെ സ്വീകരിക്കണം. പക്ഷെ അപ്പോഴേക്കും പെരുമാളിനെ രക്ഷിക്കാൻ മക്കൾപ്പടയിലെ സംഘങ്ങൾ എത്തിയിരുന്നു. ഇതിനിടെ ആ ഓസിയാകട്ടെ എന്റെ വലങ്കയായ പോലീസുകാരനോട് പറയുന്നുണ്ട്, ഞാൻ കാരണമാണ് നേരത്തെ ആ പോലീസുകാരൻ മരിച്ചതെന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ക്യാമ്പിലേക്ക് തിരിച്ചുപോയി കഴിഞ്ഞാൽ അവന്മാരെല്ലാരോടും പറയും. അതെനിക്ക് ഒരുപാട് നാണക്കേടുണ്ടാക്കും. എന്റെ ജോലി തന്നെ തെറിക്കും. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ സത്യം അറിയാവുന്ന എല്ലാ പോലീസുകാരെയും കൊല്ലണം. അങ്ങനെ ഈ ഓസിയും ഇയാളുടെ വലങ്കയായ പോലീസുകാരനും ചേർന്നിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൊമരേശൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവിടെ ഓൾറെഡി തന്നെ മക്കൾപ്പടയിലെ ആൾക്കാരും പോലീസുകാരും മുഖാമുഖം നിൽക്കുകയാണ്. അതിനിടെ ഈ പോലീസുകാർ ചെത്താലും അത് മക്കൾപ്പടയിലെ ആൾക്കാർ കൊന്നതാണെന്ന് വിചാരിക്കൂ. അതായിരുന്നു അവരുടെ പ്ലാനിങ്. അങ്ങനെ ഒരു പോലീസുകാരനെ ഓസി കൊന്നു. പക്ഷെ ഇത് കുമരേശന് മനസ്സിലായി, മക്കൾപ്പടയിലുള്ള ആൾക്കാരല്ല ഈ പോലീസുകാരനെ കൊന്നതെന്ന്. എന്തായാലും കുറെ നേരത്തെ പോരാട്ടത്തിനൊടുവില് പോലീസുകാരെ എല്ലാം തോക്കിൻ മുന്നിൽ നിർത്തിയ ശേഷം മക്കൾപ്പടയിലെ ആൾക്കാരാകട്ടെ പെരുമാളിനെ കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പെരുമാളിന്റെ കാലിന് വെടിയേറ്റിട്ടുണ്ടായിരുന്നു.
കുറച്ചു കഴിയുമ്പോൾ പെരുമാൾ സംഘവും രക്ഷപ്പെട്ടു പോയ വിവരം ഓസിയാകട്ടെ വിളിച്ച് അതോടെ അവരാകെ വീണ്ടും പ്രശ്നത്തിലായി. ഇത്രയും പെട്ടെന്ന് പെരുമാളിനെ തിരിച്ച് അറസ്റ്റ് ചെയ്തെങ്കിലേ പറ്റൂ. അതിനി ഈ ഓസിയെ കൊണ്ട് പറ്റില്ല. ഓൾറെഡി തന്നെ ഇയാളുടെ പേരിൽ ഒരു പെൺകുട്ടിയെ തീയരിച്ചു കൊന്നതിന്റെ കേസുണ്ട്. അന്ന് അയാൾക്കെതിരെ മൊഴി കൊടുത്ത ഒരു എസ്ഐ ഉണ്ടായിരുന്നു, അമുദൻ. അയാളെ ഇതിലേക്ക് ഇറക്കണമെന്നാണ് മറ്റു പോലീസുകാർ പറയുന്നത്. അങ്ങനെ ഈ കമ്പനിയിലെ പുതിയ ഓസിയായിട്ട് അമുദനെ അവർ കൊണ്ടുവരുന്നു. അമുദന്റെ കൂടെ ഒരു പോലീസ് പടയെ തന്നെ ഏർപ്പാടാക്കി അങ്ങോട്ടേക്ക് വിടുകയാണ്, വാദ്യാരെയും കൂട്ടരെയും വീണ്ടും അറസ്റ്റ് ചെയ്യാൻ. അവിടെ എത്തിയ അമുദനാകട്ടെ ഈ ഓസിയോട് പറയുന്നുണ്ട്, നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്ന്. ഇനി ഇവിടുത്തെ ഓസി ഞാനാണ്. അങ്ങനെ വാദ്യാരെയും കൂട്ടരെയും തേടി അവര് കാട് കയറി. ഒരിടത്തെത്തിയപ്പോൾ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് തുടങ്ങുകയും ചെയ്തു. എന്നാൽ അതിനിടയിലും ഈ ഓസിയാകട്ടെ തന്റെ സത്യം അറിയാവുന്ന പോലീസുകാരെ കൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നു. അവന്മാര് താഴെ ചെന്ന് ഈ വിവരം കൂടി പറഞ്ഞു കൊടുക്കുന്നതോടെ തന്റെ ജോലി പൂർണ്ണമായിട്ട് നഷ്ടമാവുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അങ്ങനെ അയാൾ ഒരു പോലീസുകാരനെ കൂടി കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ കുമരേശൻ അയാളെ തടയുന്നു. എന്നിട്ട് അമുദനെ വിളിച്ച് കാണിക്കുന്നുണ്ട് ഇയാൾ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരെ കൊല്ലുകയാണെന്ന്. അയാളുടെ റിവോൾവർ പരിശോധിക്കുന്നതിൽ നിന്നും ബാക്കിയുള്ള പോലീസുകാർക്കും ആ സത്യം മനസ്സിലായി. തൽക്കാലം നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട സമയമല്ല ഇത്. ഇയാളുടെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ നമുക്ക് വാദ്യാരെ പിടിക്കാമെന്നതായിരുന്നു അമുദന്റെ മറുപടി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫയറിംഗില് കുറെ പോലീസുകാരും കുറെ മക്കൾപ്പടയിലെ ആൾക്കാരും മരിക്കുന്നുണ്ട്. ഇനി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും വെടിയേറ്റ് മരിക്കുമെന്ന് പെരുമാള് പറയുന്നുണ്ട്. ഞാൻ സറണ്ടർ ആകാം, അവരെന്തായാലും എന്നെ കൊല്ലില്ല, കോടതിയിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. അവിടെ വെച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയും. അങ്ങനെ അവസാനം പെരുമാള് എല്ലാവരെയും സമ്മതിപ്പിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഞാൻ സറണ്ടർ ആവുകയാണെന്ന് പോലീസുകാരോട് പറയുന്നു. എന്നാൽ സറണ്ടർ ആകാൻ വന്ന പെരുമാളിനെ അമുദം വെറുതെ വിട്ടില്ല. ആ നിമിഷം തന്നെ അയാളെ ഷൂട്ട് ചെയ്യുകയാണ്. കൂടെ ഉണ്ടായിരുന്ന കുമരേശനും ബാലയും എല്ലാം തന്നെ ഞെട്ടിപ്പോയി. ബാക്കിലുണ്ടായിരുന്ന പോലീസുകാരോടും ഇയാളെ ഷൂട്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെ കുറെ പോലീസുകാര് പെരുമാളിനെ ഷൂട്ട് ചെയ്തു. അവസാനമായിട്ട് കുമരേശനോടും ബാലയോടും ഷൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ബാല ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അയാളെ ഷൂട്ട് ചെയ്തത്. എന്നാൽ കുമരേശൻ എന്നിട്ട് പോലും അയാളെ ഷൂട്ട് ചെയ്തില്ല. അങ്ങനെ പെരുമാള് മരിച്ചു. ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. പെരുമാള് മഹാലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മരിച്ചു എന്ന് നീ അറിഞ്ഞാലും ഒരിക്കലും എന്റെ ബോഡി കൈപ്പറ്റാൻ വരരുതെന്ന്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ ഫാമിലിയെ പറ്റിയുള്ള വിവരങ്ങൾ അവർക്ക് ലഭിക്കും. നിരന്തരം നിങ്ങളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ പെരുമാളിന്റെ ബോഡി എടുത്തിട്ട് അവർ ജീപ്പിൽ പോവുകയാണ്. കുമരേശൻ ആകെ തകർന്ന മട്ടായിരുന്നു. സറണ്ടർ ആകാൻ വന്ന ഒരാളെയാണ് നിങ്ങൾ വെടിവെച്ചത്. അതവന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ പെരുമാള് മരിച്ച വിവരം അറിഞ്ഞ മറ്റു ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, തൽക്കാലം ആ കാര്യം പുറത്തുവിടണ്ട എന്ന്. പെരുമാള് രക്ഷപ്പെട്ട് എവിടെയോ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. കാരണം പെരുമാള് മരിച്ചെന്നറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പിറകെ മറ്റേതെങ്കിലും നേതാക്കൾ ഉയർന്നു വരും. അത് വീണ്ടും നമുക്ക് പണിയാകും. കുറച്ചുനാള് പെരുമാള് വേറെ എവിടെയോ ആണെന്നുള്ള രീതിയിൽ ആൾക്കാരോട് പറഞ്ഞു പരത്തിയാൽ മതി. ഇവിടെ ബോഡിയും കൊണ്ടുപോയ കുമരേശനാകട്ടെ ആ ജീപ്പ് ഒരു കൊക്കയിലേക്ക് വീഴുന്ന രീതിയിൽ കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ചാടിയിറങ്ങുന്നു. നീ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് അമുദൻ ചോദിക്കുന്നുണ്ട്. സറണ്ടർ ആകാൻ വന്ന ഒരാളെ നിങ്ങൾ വെടിവെച്ചത് ശരിയായില്ല എന്ന് അവൻ പറയുന്നു. ഈ ഒരു പാപത്തിന് കൂട്ടുനിൽക്കാൻ കുമരേശന് തോന്നിയില്ല. അയാൾ എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നും പോകാൻ നിൽക്കുകയായിരുന്നു. ക്യാമ്പിൽ നിന്നും ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ സ്വയം രക്ഷപ്പെട്ടുകൊള്ളാൻ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. കാടിറങ്ങി താഴോട്ട് പോയിട്ട് ബാക്കിയുള്ള എല്ലാവരോടും പെരുമാള് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയാനും പെരുമാളിന്റെ വഴിയിലേക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരാനുമായിരുന്നു കുമരേശന്റെ ഉദ്ദേശം. തന്റെ അമ്മയോടായി കുമരേശൻ ഒരു കത്തിലൂടെ പറയുന്നതായിട്ടാണ് ഇനി കാണിക്കുന്നത്. പെരുമാളിന്റെ കഥ മുഴുവൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം മറ്റുള്ളവരോട് അമ്മ പറയണം. അവരവരുടെ മക്കളോട് പറയും. ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു വലിയ നേതാവിനെ കുറിച്ച് എല്ലാവരും തന്നെ അറിയണം. എന്റെ കയ്യിലുള്ള അവസാനത്തെ കാശ് ഞാൻ അമ്മയ്ക്ക് അയക്കുകയാണ്. അമ്മയുടെ ആരോഗ്യം നോക്കണം. ഇനി എന്നെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ അമ്മ മനസ്സിലാക്കണം ഇതുപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങിയെന്ന്. ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.